പ്രിയ പ്രേക്ഷകർ, ഇപ്പോൾ എത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊല്ലത്ത് നിന്നാണ്. ദീർഘദൂര യാത്രയ്ക്ക് KSRTC സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തവർക്ക് സാധാരണ ബസ് അനുവദിച്ചതായി ഒരു പരാതി വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ബസ് ബുക്ക് ചെയ്ത 7 പേർക്കാണ് സാധാരണ KSRTC ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നത്. തൃശ്ശൂരിലേക്കുള്ള യാത്രാമധ്യേ കൊല്ലത്തിറങ്ങി യാത്രക്കാരിൽ ചിലർ പ്രതിഷേധിക്കുന്നുണ്ട്. ദിലീപ് ദേവസ്യയുണ്ട്, മനസ്സിലാക്കുന്നു. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. ദിലീപ്, എന്താണ് സംഭവിച്ചത്? യാത്രക്കാർ സാധാരണ KSRTC ബസ്സിലാണോ പോകുന്നത്? സ്വിഫ്റ്റ് കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഡോക്ടർ അരുൺകുമാർ, ഒരു തിരുത്തുണ്ട്. 7 യാത്രക്കാരല്ല, അതിൽ കൂടുതലുള്ള യാത്രക്കാരിതാ സ്വിഫ്റ്റ് ബസ്സിന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ ഇറങ്ങിയ ദീർഘദൂര യാത്രയ്ക്കാണ് ഈ സ്വിഫ്റ്റ് ബസ്സിന്റെ ടിക്കറ്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് സാധാരണ ഒരു KSRTC ബസ്സും. ഈ KSRTC ബസ്സിലാണ് സ്വിഫ്റ്റിന്റെ അധിക ചാർജ് ഈടാക്കിക്കൊണ്ട് ഈ ബസ്സിൽ കയറിയുള്ള ദുരിത യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചവരാണ്. ഇതിൽ KSRTC വഞ്ചിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എപ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? 10-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. 10-ാം തീയതി ടിക്കറ്റ് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. നമ്മൾ കാർഡ് ഇത് 1945 രൂപ ടിക്കറ്റ് നമ്മൾ ചാർജ് ചെയ്തു. ആ ടിക്കറ്റിന്റെ ഇതാണ് കാണുന്നത്. എന്നിട്ട് ഇവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇതാണ് ബസ്. ചോദിച്ചപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാന്നുള്ളത്. ആ കൊല്ലപ്പത്തെത്തി പരിശോധിക്കാൻ പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് വെറുതെ ഒന്ന് നോക്കും. ബസ് തന്നെ യാത്ര തുടരുകയാണോ? ഇല്ല, ഈ ഞങ്ങൾക്ക് 93 വയസ്സായ അമ്മയുണ്ട്. അമ്മ ഈ വണ്ടിയിൽ തൃശ്ശൂർ പോയി അവരെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ സുഗമമായ യാത്രയ്ക്കാണ് സ്വിഫ്റ്റ് ബുക്ക് ചെയ്തത്. സുഗമമായ യാത്രയ്ക്കാണ് ഞങ്ങൾ സ്വിഫ്റ്റ് ബുക്ക് ചെയ്തത്. ഗുരുവായൂർ വരെ പോകാൻ കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാണ്. ഇവരൊരു ഉത്തരം തരുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോകും, നിങ്ങൾക്ക് എന്തോ വേണമെങ്കിൽ ചെയ്യാം എന്നാണ് അവരുടെ ഇതാണ് ജനങ്ങളുടെ സേവനം എന്ന് പറയുന്ന ഇത് കാണിക്കുന്നത്. അല്ല, എന്താണ് സംഭവിച്ചത്? നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ ഗതികെട്ടിരിക്കുന്നത്. കാരണം ഡോക്ടർ അരുൺകുമാർ, ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കണ്ടക്ടറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതാ ഈ സ്വിഫ്റ്റ് ബസ്സിന്റെ ഇത്തരത്തിലുള്ള യൂണിഫോം ധരിച്ച ചേട്ടാ ഈ ബസ്സിലാണോ? അതെ. ഈ ബസ് സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഏത് ബസ്സാണ് തരുന്നത് വെച്ചാൽ അത് എടുത്ത് പോകാൻ നമുക്കുള്ളതുള്ളൂ. ആളുകൾ ബുക്ക് ചെയ്തത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്താണ് നമുക്കൊരു ബസ് അവിടെ തരും, ഗുരുവായൂർ ഒരു വണ്ടി തരും. നിങ്ങൾ സ്വിഫ്റ്റ് ബസ്സിന്റെ അതെ, സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിന് പകരം കൊടുത്താണ്. സ്വിഫ്റ്റ് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വണ്ടി. യാത്രയ്ക്കാണല്ലോ നല്ല. അതെ, നമുക്കറിയാം. നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. യാത്രക്കാർ ഇവിടെ ബാഗൊക്കെ വെച്ച് ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. യാത്ര എല്ലാം പകുതി വഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. KSRTCക്ക് നമ്മൾ 7 ടിക്കറ്റിന്റെ പൈസ KSRTC നഷ്ടത്തിലല്ലേ ഓടുന്നത്? നമ്മൾ ചുമ്മാ കൊടുക്കുന്നത് 93 വയസ്സായ അമ്മ, 10 വയസ്സായ കുട്ടി, നാളെ 5 മണിക്ക് ഗുരുവായൂർ ഡാൻസുള്ള കുട്ടി, എല്ലാവരും ഇവിടെ ഇറങ്ങുന്നത്. ഇത്രയും അതായത് കണ്ടക്ടറോടും ഡ്രൈവറോടും ഇവർ പറഞ്ഞത് വണ്ടി വിട്ടോ. അപ്പൊ യാത്രക്കാര് വെറും വിഡ്ഢികള്, സാധാരണ ജനങ്ങള് വെറും വിഡ്ഢികളായിട്ടാണ്. ഗുരുവായൂർ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ വയസ്സായ അമ്മേനെ കൊണ്ടുപോയ ഗുരുവായൂർ എത്തോ ചോദിച്ചിട്ടാണ് ചോദിച്ചത്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഈ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തത്. സുഗമമായി പോയി വരട്ടെ എന്നുള്ളത് കൊണ്ട്. പക്ഷെ കിട്ടിയ ബസ് വലിയ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. സീറ്റിന് വലിയ കുഷ്യനില്ല. യാത്ര വലിയ ദുരിതമാണ് എന്നാണ് പറയുന്നത്. അമിത, അതായത് സ്വിഫ്റ്റ് ബസ്സിന്റെ ടിക്കറ്റ് ചാർജ് ഈടാക്കിയ യാത്രക്കാരാണ് പിന്നിൽ കാണുന്നവരെല്ലാവരും തന്നെ. അവർക്കാണ് ഇപ്പോൾ ദീർഘദൂര ഇപ്പോൾ എനിക്കിപ്പോൾ ടിക്കറ്റ് എടുത്ത എൻ്റെ ഒപ്പം നിൽക്കുന്നവർ ഗുരുവായൂരേക്ക് ടിക്കറ്റ് എടുത്തവരാണ്. നാളെ ക്ഷേത്ര ദർശനമുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഇറക്കി വിട്ടു KSRTC. നഷ്ടം എന്ന് പറയും. ഇനി ഇങ്ങനെ ട്രാൻസ്പോർട്ട് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും? നിങ്ങൾ ഇവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നാളെ മകളുടെ ഡാൻസ് നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഡാൻസ് പറ്റില്ല. കാരണം അതിന് രാവിലെ ഡാൻസ് ഉള്ളതാണ്. മേക്കപ്പ്മാർക്ക് ഒരു 3 മണിക്കൂറെങ്കിലും അവർക്ക് മേക്കപ്പ് ചെയ്യാൻ കൊടുക്കണം. 5 മണിക്ക് ഡാൻസ് ഉള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ് നമ്മളോട് ഇങ്ങനെ? ഗുരുവായൂരപ്പന്റെ നടയിൽ നേർച്ചയായിട്ട് കളിക്കാൻ പോണ കുട്ടിയാണ്. നാളെ അതിന് കളിക്കാൻ പറ്റുമോ? എന്തിനാണ് നമ്മൾ സാധാരണ ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഈ KSRTCയിലെ ഡിപ്പോ മാനേജറോട് നമുക്കൊന്ന് ചോദിച്ചാൽ എന്താണ് അവര് സ്വിഫ്റ്റ് ബസ് വല്ലതും ഉണ്ടോ? തൊട്ടടുത്ത ബസ്സുകളിൽ കയറ്റിവിടാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും ബസ്സുകളിൽ വേക്കൻസി ഉണ്ടോ? ഈ ഡിപ്പോ മാനേജർ ഇവിടെ ഉണ്ടോ? ഡിപ്പോ മാനേജർ ഇവിടെ ഇല്ല. ഡോക്ടർ അരുൺകുമാർ, ഡിപ്പോ മാനേജർ ഇവിടെ ഇല്ല. ഈ ബസ്സുമായി തിരുവനന്തപുരത്ത് എങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടി സമയത്ത് സ്റ്റേഷൻ മാസ്റ്റർ നമ്മളിവിടെ നമ്മൾ പരാതിപ്പെടാൻ ചെന്നപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ 15 മിനിറ്റോളം സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ടാണ് സ്റ്റേഷൻ മാസ്റ്റർ വന്നത്. അദ്ദേഹം പറഞ്ഞ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ബാക്കി ജീവനക്കാരുടെ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ കൺട്രോൾ
തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ അടുത്തൊന്ന് പോകാവുന്നതാണ്. സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ചേട്ടാ ഇരിക്കുന്നത്. എങ്ങനെ അറിയത്തില്ല, പുള്ളി ഡ്യൂട്ടിയിൽ ഇരിക്കുന്നതുകൊണ്ട് പുള്ളി പറയൂല. ഡോക്ടർ അരുൺകുമാർ നമുക്കൊന്ന് എന്താണ് സംഭവം എന്നുള്ളത് അറിയണമല്ലോ. തീർച്ചയായിട്ടും ചേട്ടാ, ആ ബസ്സിൻ്റെ എന്താണ് ഇങ്ങനെ ഒരു ബസ് സ്വിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് സ്വിഫ്റ്റ് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി യാത്രക്കാർ പറയുന്നു. അവർ ഈ ബസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ബസ് അവർ തിരുവനന്തപുരത്ത് കൊടുത്തെന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു, ഇവിടുത്തെ DTO വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ബസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, ബസ് പറഞ്ഞു വിടാനാണ് പറയുന്നത്. എന്തായാലും യാത്രക്കാരെ നിങ്ങളിപ്പോൾ വഞ്ചിച്ചതുപോലെയാണല്ലോ. സ്വിഫ്റ്റ് ബുക്ക് ചെയ്തവർക്ക് സാധാരണ ബസ് കൊടുക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് തന്നെ അവർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് വന്നപ്പോൾ ഇവർ പറയുന്നത്. അവിടെ വെച്ച് പ്രതികരിച്ചു. സ്വിഫ്റ്റ് ബസ്സിന്റെ അടുത്താണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ഇത് സ്റ്റേഷൻ 10 വിളിച്ച് വണ്ടിയെ അവിടെ കൊണ്ടുവന്ന. അവിടെ വെച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പ് മുടക്കിയാൽ കേസ് എടുക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കൊല്ലത്ത് വന്ന് ഇവിടെ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററെ കാണാൻ വേണ്ടിയിരുന്നത്. ബന്ധപ്പെട്ട ഇതിൽ യൂണിറ്റ് ഓഫീസറേക്ക് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ വിളിച്ച് പറയാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് വണ്ടി സ്വിഫ്റ്റിൻ്റെ ഇല്ല. ഇങ്ങനെയാണോ സാധാരണ ബുക്ക് ചെയ്ത സ്വിഫ്റ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് കൊടുക്കുന്ന ബസ് ഇത് തന്നെയാണ് യാത്രക്കാർ? കണ്ടക്ടർ പറഞ്ഞു ഇതാരും പ്രതികരിക്കുന്നില്ല, ഇത് സ്ഥിരം ഉള്ളതാണെന്ന്. കണ്ടക്ടർ ആ ബസ്സിലെ കണ്ടക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കും. ഇതാണ് KSRTCയിൽ ബുക്ക് ചെയ്ത യാത്രക്കാരുടെ അവസ്ഥയാണ്. ഒന്നല്ല, നിരവധി യാത്രക്കാരാണ് ഇങ്ങനെ ഈ ടിക്കറ്റ് എടുത്ത് വഴിയിൽ ഇറങ്ങേണ്ടി വന്നത്. അതായത് 93 വയസ്സായ അമ്മ ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നു. അതിനേക്കാൾ വലുത് അവരുടെ പേരക്കുട്ടിയുടെ നൃത്തമുണ്ട്, നാളെ ഗുരുവായൂരിൽ നൃത്തമുണ്ട്. അത് കാണാനടക്കമാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്തത്. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് അതിൻ്റെ ഒരു സങ്കടം കൂടെ ആ കുടുംബത്തിൻ്റെത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിന് മറുപടി പറയേണ്ടത് KSRTC തന്നെയാണ്. സ്വിഫ്റ്റ് വിളിക്കാൻ KSRTC നടത്തുന്ന നീക്കമാണോ, KSRTC വിളിക്കാൻ സ്വിഫ്റ്റ് നടത്തുന്ന നീക്കമാണോ, ഇത് രണ്ടുപേരും കൂടി ചേർത്ത് നടത്തുന്ന നീക്കമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ഭാഗത്തെ കാര്യങ്ങൾ മെച്ചപ്പെട്ട് വരുന്നതിനിടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിൽ മന്ത്രിയെ വിളിച്ചു നോക്കി, മന്ത്രി ഫോൺ എടുക്കുന്നില്ല, ഒരുപക്ഷെ തിരക്കിലായിരിക്കാം. KSRTC MD നമുക്കൊന്ന് വിളിച്ചു നോക്കാവുന്നതാണ്.